നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. GST നടപ്പായപ്പോൾ ഹോട്ടൽ ഭക്ഷണത്തിന് വില കുറയണം എന്ന് പറഞ്ഞ ധനമന്ത്രി ഇന്ന് പറയുന്നു ഹോട്ടൽ വില കൂടുമെന്ന്. ധനമന്ത്രി തോറ്റു പിന്മാറിയോ? ഹോട്ടൽ വില കുതിച്ചുയരുമോ? ഉടമകളുടെ ഇളവ് പ്രഖ്യാപനം തട്ടിപ്പാണോ? തീൻമേശയിൽ വിലക്കയറ്റം എന്തുകൊണ്ട്? പച്ചക്കറി വില കൂടിയാൽ ഹോട്ടലുകാർ എന്തു ചെയ്യും? വിലക്കയറ്റം എത്ര നാൾ സഹിക്കണം ജനം? എന്നീ ചോദ്യങ്ങളാണ് പ്രൈം ഡിബേറ്റ് ഉയർത്തുന്നത്. അതിനു മുമ്പ് ഇന്നത്തെ തലക്കെട്ടുകളിലേക്ക്. മന്ത്രിയും കൈവിട്ടു. ഹോട്ടൽ ഭക്ഷണവില 13% വരെ കൂടുമെന്ന് തോമസ് ഐസക്. AC റെസ്റ്റോറന്റിൽ 8% നിരക്ക് കുറയ്ക്കാമെന്ന് ഹോട്ടൽ ഉടമകൾ. AC ഇല്ലാത്ത ഹോട്ടലിൽ 5% കുറയ്ക്കും. വില കൂട്ടി ഇന്ത്യൻ കോഫി ഹൗസുകളും. കോഴിയിറച്ചി വില കുറയ്ക്കാനുള്ള നിർദ്ദേശത്തിനെതിരെ വ്യാപാരികൾ. മീൻ വിലയും കൂടും. നടിയെ ആക്രമിച്ച കേസിൽ തുമ്പു കിട്ടാതെ പോലീസിന്റെ മൊഴിയെടുപ്പ് തുടരുന്നു. ഇന്ന് മൊഴിയെടുത്തത് ദിലീപിന്റെ ബിസിനസ് സിനിമാ സുഹൃത്തുക്കളിൽ നിന്ന്. പൾസർ സുനിയെയും സഹതടവുകാരെയും ജയിലിലെത്തിച്ചും തെളിവെടുപ്പ്. അന്വേഷണം നടക്കുന്നത് സ്വതന്ത്രമായെന്ന് റൂറൽ SP ന്യൂസ് 18നോട്. ഇന്നസെന്റിനെതിരെ വനിതാ കമ്മീഷന്റെ അന്വേഷണം. ജുനൈദ് കൊലക്കേസിലെ മുഖ്യപ്രതി പിടിയിൽ. പ്രതി കുറ്റം സമ്മതിച്ചു. പിടിയിലായത് ബീഫ് കൈവശം വെച്ചെന്നാരോപിച്ച് യുവാവിനെ മർദ്ദിച്ചു കൊന്നയാൾ. ജാതിക്കള്ളന്മാർ കേരളത്തിലും. സംസ്ഥാനത്ത് വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലി നേടിയത് 366 പേർ. ക്രിത്താഡ്സ് റിപ്പോർട്ട് സർക്കാർ അവഗണിച്ചു. സുപ്രീം കോടതി വിധി നടപ്പായാൽ വ്യാജന്മാർ പുറത്താകും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ B നിലവറ തുറക്കരുതെന്ന് രാജകുടുംബം. കാരണങ്ങൾ സുപ്രീം കോടതിയെ അറിയിക്കും. B നിലവറ പലതവണ തുറന്നെന്ന വാദം തെറ്റെന്നും ഗൗരി ലക്ഷ്മി ഭായ്. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ കുതിപ്പ് തുടരുന്നു. ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടം 7ആയി. വനിതകളുടെ 3000 മീറ്റർ സ്റ്റിപ്പിൾ ചേസിൽ സുധാ സിംഗിന് സ്വർണം. 800 മീറ്ററിൽ മലയാളി താരങ്ങളായ ടിൻഡു ലൂക്കോയും ജിൻസൺ ജോൺസണും ഫൈനലിൽ. തീവില ആരണക്കി. ഹോട്ടൽ വിലയുടെ കാര്യത്തിൽ ധനമന്ത്രി തോമസ് ഐസക്കും മലയാളികളെ കൈവിട്ടു. ഭക്ഷണവിലയിൽ 13% വരെ വർധന ഉണ്ടാകും. 18% നികുതി ഏർപ്പെടുത്തുമ്പോൾ 8% കുറയ്ക്കാമെന്ന് ഹോട്ടൽ ഉടമകൾ സമ്മതിച്ചു. AC ഇല്ലാത്ത ഹോട്ടലുകളിൽ 5% വില കുറയും. മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ട് കേരളത്തിൽ ഹോട്ടൽ ഭക്ഷണത്തിന് വില വർധനവ് വരും. GST നിലവിൽ വന്നാലും ഹോട്ടൽ ഭക്ഷണവില വർദ്ധിക്കില്ലെന്ന നിലപാടാണ് മന്ത്രി തോമസ് ഐസക് ഒറ്റ ദിവസം കൊണ്ട് തിരുത്തിയത്. വെജിറ്റേറിയൻ റെസ്റ്റോറന്റിലെ 75 രൂപയുള്ള ഊണിന് 70 രൂപ 41 പൈസ വരെയായി വില താഴുമെന്ന് ജൂലൈ 2 പറഞ്ഞ മന്ത്രി ഇന്ന് ഹോട്ടൽ ഉടമകളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം നിലപാട് മാറ്റുകയായിരുന്നു. ജൂലൈ 2 മന്ത്രി പറഞ്ഞതിങ്ങനെ: നികുതി ഒഴിവാക്കിയാൽ ഊണിന്റെ വില 67 രൂപ 5 പൈസയാണ്. 5 രൂപ പുതിയ നികുതി, 5% ടാക്സ് ചേർത്താൽ 70 രൂപയായിട്ട് കുറയാണ് വേണ്ടത്, കൂടുകയല്ല വേണ്ടത് AC റെസ്റ്റോറന്റിലെ വെജിറ്റേറിയൻ ഭക്ഷണം. നിലവിലുണ്ടായിരുന്ന വിൽപ്പന വിലയ്ക്ക് മുകളിൽ GST ഏർപ്പെടുത്തണമെന്ന വ്യാപാരികളുടെ നിലപാട് ധനമന്ത്രി ഭാഗികമായി അംഗീകരിച്ചു. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു ധാരണയെത്തി. എന്നാൽ ഇപ്പൊ തുടക്കം നിലയിൽ 5%, 8% കുറയ്ക്കണം. 14.5% സർവീസ് ടാക്സ് ഇപ്പോഴത്തെ GSTയിൽ ലയിക്കുന്നതിനാൽ AC റെസ്റ്റോറന്റുകളിൽ 8%, നോൺ AC റെസ്റ്റോറന്റുകളിൽ 5% നിരക്ക് കുറയ്ക്കാമെന്ന് ഹോട്ടൽ ഉടമകൾ സമ്മതിക്കുകയായിരുന്നു. കേരളത്തിലെ ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കുന്ന ഏതൊരു ഉപഭോക്താവിനും നോൺ AC റെസ്റ്റോറൻറ്റിൽ 5%, AC റെസ്റ്റോറൻറ്റിൽ 8% കുറച്ച് കിട്ടുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ വ്യാപാര മേഖല, പ്രത്യേകിച്ച് ഹോട്ടൽ മേഖല നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. കാരണം 75 ലക്ഷം രൂപ വരെ വിറ്റുവരവുള്ള, 20 ലക്ഷത്തിനും 75 ലക്ഷത്തിനും ഇടയ്ക്ക് വിറ്റുവരവുള്ള ഹോട്ടൽ ഉടമകൾക്ക് 5% കോമ്പൗണ്ട് നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ട് സർക്കാർ. നിലവിലുണ്ടായിരുന്ന നിരക്കിന് മുകളിലാണ് GST ഏർപ്പെടുത്തുന്നത് എന്നതിനാൽ ഫലത്തിൽ 10 മുതൽ 13% വരെ ഹോട്ടൽ ഭക്ഷണത്തിന് വില കൂടുകയാണ് ചെയ്യുക. നിലവിൽ AC റെസ്റ്റോറന്റിൽ 100 രൂപയ്ക്ക് കിട്ടിയിരുന്ന ഭക്ഷണത്തിന് 110 രൂപയും നോൺ AC റെസ്റ്റോറന്റിൽ 113 രൂപയും ഇനി നൽകേണ്ടി വരും. ന്യൂസ് 18 ആലപ്പുഴ. വിഷയത്തിൽ പ്രതികരിക്കാൻ CPM നേതാവ് രാജ്യസഭാംഗം CP നാരായണൻ, ഒപ്പം തന്നെ സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ്,
വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാരവാഹി ടി നസറുദ്ദീൻ എന്നിവരാണ് തത്സമയം ചേരുന്നത്. ആദ്യം CP നാരായണനിലേക്ക്. എന്തുകൊണ്ടാണ് ഇത്ര ദയനീയമായ ഒരവസ്ഥ ഉണ്ടാകുന്നത്? ഈ GST നടപ്പാക്കുമ്പോൾ ഹോട്ടൽ ഭക്ഷണത്തിനടക്കം വില കുറയണം എന്ന് പറഞ്ഞ ധനമന്ത്രിയാണ് ഇന്ന് 13% വില കൂടും എന്ന് പ്രഖ്യാപിച്ചത്. എന്താണ് മനസ്സിലാക്കേണ്ടത് സാധാരണ ജനങ്ങൾ? അല്ല, ഇത് സംസ്ഥാന ഗവൺമെൻറ് എടുത്ത തീരുമാനമല്ല. കേന്ദ്ര സർക്കാർ, നിങ്ങളൊക്കെ കണ്ടതാണല്ലോ, നമ്മുടെ പ്രധാനമന്ത്രി ജൂൺ 30 രാത്രി പാർലമെൻറ്റിൽ ഇരുസഭകളുടെയും മെമ്പർമാരോട് മറ്റേ പ്രസിഡന്റിൻ്റെ സാന്നിധ്യത്തിൽ ചെയ്ത പ്രസംഗം. അതിൽ അദ്ദേഹം എന്തെല്ലാം പറഞ്ഞത്? ആ വാഗ്ദാനം കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കും. കാരണം ഈ GST കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ധാരണ, അതിൽ നേരത്തെ ഉണ്ടായിരുന്ന നികുതികളെല്ലാം പിൻവലിക്കും, അതില്ലാതാവും, പകരം പുതിയ നികുതികൾ വരും. അപ്പോൾ അങ്ങനെ പഴയ നികുതികളെല്ലാം പോവുകയും പുതിയ നികുതി വരികയും ചെയ്യുമ്പോൾ ചില 5%, 12%, 18%, 28% ഇങ്ങനെയൊക്കെ പല നികുതികളുണ്ടല്ലോ. ആ തരത്തിൽ നോക്കുമ്പോൾ ഭക്ഷണ സാധനങ്ങൾക്ക് ഹോട്ടലുകളിൽ ഇത്രയേ വില വരാൻ പാടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ തന്നെ തോമസ് ഐസക്കിൻ്റെ ഒരു വരി ഉദ്ധരിക്കുകയുണ്ടായി. അതിൽ പറഞ്ഞു 67 or 65 രൂപയാണ് വില വരിക. അതിൻ്റെ കൂടെ ടാക്സ് കൂടി വരുമ്പോൾ 70 രൂപയാകുള്ളൂ. എന്നാൽ ഇന്ന് ഈ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ ചർച്ച ചെയ്തപ്പോൾ അവർ പറയുന്നത് അവർക്ക് ലഭിക്കുന്നത്, പല ചരക്കുകളിൽ ലഭിക്കുന്നത് അവർക്ക് പഴയ വിലയിലാണ്. അതായത് പഴയ നികുതികൾ ചുമത്തിയിട്ടുള്ള വിലയുടെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ മേലെ GST വരികയാണ്. CP നാരായണൻ, ഞാൻ താങ്കളിലേക്ക് വരാം. അതുകൊണ്ട് ഇത് താങ്കൾ പറയുന്നത് പോലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി G. ജയപാൽ കൂടി തത്സമയം ചേരുന്നുണ്ട്. ജയപാൽ, എന്ത് ന്യായീകരണമാണ് ഉള്ളത്? നിങ്ങൾ പറയുന്ന ഈ പച്ചക്കറിയോ അല്ലെങ്കിൽ അവശ്യ നിത്യോപയോഗ സാധനങ്ങൾക്കോ ഈ GST ബാധകമല്ല. പിന്നെ എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ ഭക്ഷണശാലകളിലും GST ഈടാക്കുന്നതും ഒപ്പം വില കൂട്ടുന്നതും? GST കേരളത്തിൽ മാത്രമല്ല നടപ്പാക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. കഴിഞ്ഞ 27 തീയതി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഒരു സൂചനാ സമരം നടത്തുകയുണ്ടായി. ഞങ്ങൾ ആ സൂചനാ സമരത്തിൽ സൂചിപ്പിച്ചു, GST നടപ്പിൽ വരുമ്പോൾ ഭക്ഷണ സാധനങ്ങളെ നികുതി വിമുക്തമാക്കിയില്ലെങ്കിൽ കേരളത്തിലെ സാധാരണക്കാരുടെ ഇടത്തരക്കാരുടെ ഏറ്റവും വലിയ ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾക്ക് അന്യായമായിട്ട് വില കൂടും. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, GST നടപ്പിൽ വന്നപ്പോൾ 0.5% ആയിരുന്നു കേരളത്തിൽ നിലവിൽ നികുതി. ആ 0.5% 20 ലക്ഷം വരെ നികുതി ഒഴിവാക്കിക്കൊണ്ടും 20 ലക്ഷത്തിന് മുകളിൽ 75 ലക്ഷം വരെ, 75 ലക്ഷം വരെ എന്ന് പറയുമ്പോൾ 5500 രൂപ ദിവസം കച്ചവടമുള്ള ഒരു വ്യാപാരിയും 20,000 രൂപ വരെ വരുന്ന വ്യാപാരിക്ക് ഒരു ദിവസം അവന് 1000 രൂപയെങ്കിലും സ്വന്തം പോക്കറ്റിനടുത്ത് നികുതി അടക്കേണ്ടി വരും. കാരണം 5% കോമ്പൗണ്ടിങ് ടാക്സാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതും ജനങ്ങളിൽ നിന്ന് പിരിക്കാൻ പാടില്ല. 75 ലക്ഷത്തിന് ശേഷം 12% നികുതി, അതും AC ആണെങ്കിൽ 18%. അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, സൂചനാ സമരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് വരെ 28% നിന്ന് 18% കുറച്ചു കൊടുത്തു. എന്നാൽ ഈ സാധാരണക്കാരായ ഹോട്ടലുകൾക്ക് ഒരു ആനുകൂല്യവും അത് ചെയ്തു കൊടുക്കേണ്ടതായിട്ടില്ല. പിന്നെ വിലക്കുറവിൻ്റെ അല്ല, ഇവിടെ എന്താണ്, ബഹുമാനപ്പെട്ട ധനവകുപ്പ് മന്ത്രിയുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഇന്ത്യയിൽ മുഴുവൻ പ്രാവർത്തികമാക്കിയ GST അതാത് ഫുഡ് ഐറ്റത്തിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് തന്നെയാണ് വാങ്ങിക്കുന്നത്. പ്രത്യേകമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ GST കൗൺസിൽ പറഞ്ഞിരിക്കുന്നത്, ഈ നികുതി അത് 12% ആണെങ്കിലും 18% ആണെങ്കിലും SGST-യുമായിട്ട് ഈ സാങ്കേതികത്വം എല്ലാം മാറ്റിവെക്കാം. നമുക്കറിയേണ്ടത്, സാധാരണക്കാരന് അറിയേണ്ടത്, 100 രൂപയ്ക്ക് ഇന്ന് ലഭിച്ചുകൊണ്ടിരുന്ന ഊണിന് നാളെ മുതൽ നിങ്ങൾ ഈ GST-യുടെ പേരിൽ നടപ്പാക്കാൻ പോകുന്ന പുതിയ വില പട്ടിക പ്രകാരം എത്ര രൂപ നൽകേണ്ടി വരും? പുതിയ പട്ടിക പ്രകാരം 100 രൂപ വിലയുള്ളൊരു ഭക്ഷണ വസ്തു നോൺ AC-യിലാണെങ്കിൽ അതിന് 5%, അതായത് 5 രൂപ കുറയ്ക്കും. അതിനുശേഷം ഗവൺമെൻറ് നിർദ്ദേശിച്ചിരിക്കുന്ന 12% നികുതി അതിൻ്റെ കൂട്ടത്തിൽ വാങ്ങിക്കും. ഏതെങ്കിലും MRP ഉള്ള ഭക്ഷണ വസ്തുവാണെങ്കിൽ, അതായത് കുപ്പിവെള്ളം പോലുള്ള ഏതെങ്കിലും മിനറൽ വാട്ടർ പോലുള്ള സാധനങ്ങളാണെങ്കിൽ അതിന് നികുതി വിമുക്തമായിട്ട് അടിയിൽ അത് രേഖപ്പെടുത്തും. ഇത് തന്നെ AC റെസ്റ്റോറൻറ്റിലാണെങ്കിൽ 8% കുറച്ചുകൊണ്ട് ബാക്കിയുള്ള തുകയ്ക്ക്
18% നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് MRPയിലുള്ള വസ്തുക്കളുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ വില രേഖപ്പെടുത്തും. ഇതാണ് ഇപ്പോൾ നിലവിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനും ബഹുമാനപ്പെട്ട ധനമന്ത്രിയും കൂടി എടുത്തിട്ടുള്ള തീരുമാനം. അതായത് കേരളത്തിൽ ജയപാൽ 100 രൂപയ്ക്ക് കിട്ടുന്ന ഭക്ഷണ വസ്തു അതിന് 5 രൂപ കുറയ്ക്കും, അപ്പോൾ 95 രൂപയാകും, പിന്നെ 12%. അപ്പോൾ 107 രൂപ, 12 രൂപയും കൂടി 107 രൂപ കൊടുക്കും. ഫലത്തിൽ വില കൂടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യക്ഷത്തിൽ വില കൂടുന്നത് സാധ്യത നമ്മുടെ രാജ്യത്ത് ടാക്സ് ഏർപ്പെടുത്തി കഴിയുമ്പോൾ ടാക്സിൻ്റെ വില എവിടെയും കൂടും. അതിപ്പോൾ സ്വർണ്ണത്തിന് 3% ആക്കുകയാണെങ്കിൽ ആ 3% സ്വർണ്ണത്തിലെ ടാക്സ് തന്നെ. സ്വർണ്ണത്തിന്റെ വിലയെന്നല്ല കുറയ്ക്കുന്നത്. ഡോക്ടർ മേരി ജോർജ് പുതിയൊരു നികുതി പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ, പുതിയൊരു നികുതി ഘടന കൊണ്ടുവരുമ്പോൾ, ഒരു രാജ്യം ഒരു നികുതി എന്നെല്ലാം പറയുമ്പോൾ അതിൻ്റെ അധിക ഭാരം അത് പാവപ്പെട്ട ജനങ്ങൾ, സാധാരണക്കാർ വഹിക്കേണ്ടി വരുന്നു, സാങ്കേതികമായ കണക്കുകളെല്ലാം മാറ്റിവെച്ചാലും. അതായത് എന്നോട് ചോദിച്ചു കഴിഞ്ഞു. യെസ്, പറഞ്ഞോളൂ. അതായത് GST ചരക്ക് സേവന നികുതി എന്ന് പറയുന്നത് തന്നെ നികുതി വരുമാനത്തിലുള്ള അഴിമതി, ചോർച്ച, നികുതി നിഷേധം ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നികുതി വരുമാനം വർദ്ധിപ്പിക്കുക. അങ്ങനെ വർദ്ധിപ്പിക്കുന്ന നികുതിയുടെ ആഘാതം അഥവാ ഭാരം കൂടുതലായി ധനികരിൽ അല്ലെങ്കിൽ ആഡംബര വസ്തുക്കൾ ഉപഭോഗിക്കുന്നവരിൽ ഏൽപ്പിക്കുക. അങ്ങനെ കിട്ടുന്ന വരുമാനം സാധാരണക്കാർക്ക് അഥവാ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് പ്രയോജനം കിട്ടത്തക്ക രീതിയിൽ ചെലവഴിക്കുക. അതായത് അങ്ങനെ കിട്ടുന്ന പണം കൊണ്ട് മെച്ചപ്പെട്ട ആരോഗ്യം, മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യം ഇവയൊക്കെ കൊടുക്കുക. ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് ചരക്ക് സേവന നികുതി, അതായത് അധിക വരുമാനം, ആ വരുമാനം പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യപ്പെടുക. ഇതാണ് ഉദ്ദേശം. ആ ഉദ്ദേശത്തോടെ കൊണ്ടുവന്നു. ഇതായത് കഴിഞ്ഞ ദിവസം വരെ ഡോക്ടർ ഐസക് പറഞ്ഞിരുന്നത് 85% സാധനങ്ങൾക്കും വില കുറയുമെന്നാണ്. അങ്ങനെ 85% അത് പ്രത്യേകിച്ച് നമുക്കറിയാം നിത്യോപയോഗ സാധനങ്ങൾ ഒക്കെ, അതായത് അരി, അതുപോലെ ധാന്യങ്ങൾ, ധാന്യമാവുകൾ, ഇറച്ചി, മീൻ, ഈ മത്സ്യം, ഈ പറയപ്പെട്ട സാധനങ്ങൾക്കൊക്കെ 0 നികുതിയാണ്. അതിനുശേഷം അതിൻ്റെ തൊട്ടു മുകളിലുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് വരുന്ന ബഹുമുഖ സാധനങ്ങൾ 5% നികുതിയാണ്. അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് ഹോട്ടലുകൾ ആഹാരം പാചകം ചെയ്യുന്നത്. അതായത് 85% ഉൽപ്പന്നങ്ങളുടെയും വില കുറയുന്നു. ബാക്കിയുള്ള 15% സാധനങ്ങളും സേവനങ്ങളും വെച്ചിട്ടാണ് ഹോട്ടലുകാർ ആഹാരം പാചകം ചെയ്യുന്നത് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം അങ്ങനെ പാചകം ചെയ്യുന്ന ആഹാരത്തിന് ഏത് കാരണം കൊണ്ടാണ് നികുതി വർദ്ധിപ്പിക്കേണ്ടി വരിക? ഇപ്പൊ നേരത്തെ പറഞ്ഞത് ഒരു പുതിയ സാമ്പത്തിക ശാസ്ത്രമായിട്ടാണ് എനിക്ക് 5% കുറയ്ക്കുക, പിന്നെ 12% കൂട്ടുക, അങ്ങനെ 105 രൂപയ്ക്ക് വിൽക്കുക, 103 രൂപയ്ക്ക് വിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ തോമസ് ഐസക്കും ഇവിടുത്തെ വ്യാപാരി വ്യവസായികളും കൂടി പുതിയൊരു സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തം ഉണ്ടാക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേരളത്തിന് വെളിയിലുള്ള ഒരു സംസ്ഥാനങ്ങളിൽ ഇത്രയധികം ബഹളമില്ല. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാരവാഹി ടി നസറുദ്ദീൻ കൂടി ചേരുന്നു. ടി നസറുദ്ദീൻ, ഹോട്ടലുകാരുടെ വാദങ്ങൾ പറയാൻ ഇവിടെ ജയപാലുണ്ട്. വ്യാപാരികൾ ഈ GST സമ്പ്രദായവുമായി ബന്ധപ്പെട്ട്, അത് നടപ്പിലാക്കലുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആശങ്കകൾ കഴിഞ്ഞ ആഴ്ചകളിൽ പങ്കുവച്ചിരുന്നു. പക്ഷേ ഇത് വർഷങ്ങളായി, വിശേഷിച്ച് ഒരു വർഷമായി വളരെ സജീവമായി ചർച്ചയിലുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ വ്യാപാരി വ്യവസായികൾക്ക് ഇത്ര അജ്ഞത ഈ GST സമ്പ്രദായത്തിൽ ഉണ്ടാകുന്നത്? ഒന്ന്. രണ്ടാമത്, ഈ 11 പണിമുടക്ക് വ്യാപാരി വ്യവസായ ഏകോപന സമിതി തീരുമാനിച്ചിരിക്കുന്നു. 10 വർഷമായി ചർച്ച ചെയ്യുന്ന GSTയിൽ ഇതുവരെ അറിയാത്ത എന്ത് പുതിയ പ്രശ്നമാണ് നിങ്ങൾക്കുള്ളത്? ബഹുമാനപ്പെട്ട കേരളത്തിൽ നിയമമല്ല GST, കേന്ദ്ര നിയമമാണ്. പണ്ട് ടാക്സ് കൈൻഡുകൾക്കാണ്, ഇപ്പോൾ അത് മാറി കാറ്റുകൾക്കായി ടാക്സ് ഏർപ്പെടുത്തിയാണ് GST.
GST നിയമം 2 കൊല്ലമായി 5 കൊല്ലമായി പഠിപ്പിച്ചിട്ട് ഇന്ന് വരെ പഠിപ്പിച്ചിട്ട് എവിടെ എത്തിയിട്ടില്ല. ഞങ്ങൾ ചോദിച്ച ഒരു 14 ചോദ്യമുണ്ട് കേന്ദ്രമന്ത്രിക്ക് അയച്ചതും കേരള മന്ത്രിക്ക് അയച്ചതും. 20 ലക്ഷം വരെ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരന് രജിസ്ട്രേഷൻ വേണ്ട എന്ന് പറയുന്നത്. പക്ഷേ അന്യ സംസ്ഥാനത്ത് നിന്ന് ചരക്ക് കൊണ്ടുവരുന്നവന് 1 റുപ്യയുടെ സാധനം കൊണ്ടുവന്നാലും ടാക്സ് വേണം, രജിസ്ട്രേഷൻ വേണം. 75% സാധനങ്ങളും അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന രാജ്യമാണ് കേരളം. അപ്പോൾ നികുതിയെ പറ്റിയല്ല ഞങ്ങൾ പേടിക്കുന്നത്, നികുതിയുടെ പേരിലുള്ള ഹറാസ്മെൻറ്റ്. പണ്ട് സെയിൽ ടാക്സ് ഓഫീസർ മാത്രം പേടിച്ച് നടന്നാൽ മതി. ഇപ്പോൾ സെൻട്രൽ എക്സൈസ്, സെയിൽ ടാക്സ്, വിജിലൻസ്, ചെക്ക് പോസ്റ്റ്, പോലീസ് ഇവരെല്ലാവരും പേടിക്കേണ്ട ഗതിയായിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും GST പറ്റി പരിപൂർണമായി പഠിച്ച ആളുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഇതിൻ്റെ റിട്ടേൺ ആയിട്ടുള്ള നിയമം പോലും കേരള ഗവൺമെൻറ് പാസ്സാക്കിയിട്ടില്ല, കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയിട്ടില്ല. എല്ലാവരും വേഗമായിട്ടുള്ള തീരുമാനങ്ങളാണ്. കേരളത്തിനൊരു അധികാരവും ഇല്ല. തോമസ് ഐസക്കിനെതിരായിട്ടല്ല സമരം. GSTയുടെ അപാകത പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടാണ് ഞങ്ങളുടെ സമരം. അവർക്ക് അധികാരമുള്ളൂ. GST കൗൺസിലിൽ കേരളത്തിലെ ധനകാര്യമന്ത്രി ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടാണ് ഞങ്ങൾ സമരം. ശ്രീ CP നാരായണൻ, ഒരു രാഷ്ട്രീയ ചോദ്യമാണ്. GSTയുടെ ആലോചനാ ഘട്ടത്തിൽ തോമസ് ഐസക്കും അസീം ദാസ് ഗുപ്തയുമാണ് അതിനുവേണ്ടി കർശനമായി വാദിച്ചത്. 10 വർഷം കഴിഞ്ഞ് അത് നടപ്പാകുന്ന ദിവസം വരെ വലിയ ആത്മവിശ്വാസമാണ് തോമസ് ഐസക്ക് പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചത്. പല ഉൽപ്പന്നങ്ങൾക്കും, വിശേഷിച്ച് ഇവിടെ ഡോക്ടർ മേരി ജോർജ് സൂചിപ്പിച്ചു, 85ഓളം ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും എന്ന തരത്തിലുള്ള ധാരണയും അദ്ദേഹം പങ്കിട്ടു. ഏറ്റവും ഒടുവിൽ ഇന്ന് പറയുകയാണ് ഹോട്ടൽ ആഹാരങ്ങൾക്ക്, ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് 13% വില കൂടും. ഇറച്ചിക്കോഴിക്ക് വളരെ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുകയാണ് ഇറച്ചിക്കോഴി വ്യാപാരികളെ. 87 രൂപയ്ക്ക് വിൽക്കാൻ കഴിയൂ. അത് കഴിയില്ല എന്ന് അവർ പ്രഖ്യാപിക്കുന്നു. അവരും സമരത്തിലേക്ക് പോകുന്നു. പൊതുവിപണിയിൽ, മാർക്കറ്റിൽ ഒരു അനിശ്ചിതാവസ്ഥ, കലുഷിതമായ സാഹചര്യം, വില വളരെ ഏറെ കുതിച്ചുയരുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഈ നിരാശ തോമസ് ഐസക്ക് ആദ്യം പിന്തുണച്ച തോമസ് ഐസക്കിനടക്കം ഉണ്ടാകുന്നത്? അല്ല, ഇത് തോമസ് ഐസക്കിൻ്റെ മാത്രമല്ല. ഞങ്ങളിപ്പോൾ തോമസ് ഐസക്ക് സംസ്ഥാനത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ പാർലമെന്റിൽ നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഉത്കണ്ഠ പറഞ്ഞിരുന്നു. ഇപ്പൊ തന്നെ ഇത് തോമസ് ഐസക് അടക്കം ഈ കേന്ദ്ര ഗവൺമെന്റ് ഒഴിച്ച് ബാക്കി എല്ലാവരും പറഞ്ഞതാണ്. ഇവിടുത്തെ വ്യാപാരി വ്യവസായികൾ, CII മുതലുള്ളവരെല്ലാം പറഞ്ഞതാണ് ഈ സെപ്റ്റംബർ 30 വരെ നീട്ടിവെക്കണം. കാരണം ഇത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു എന്തുകൊണ്ട് നികുതി പിരിക്കുന്നു, എന്തുകൊണ്ട് ഈ വില കൂടുന്നു, 85% ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞല്ലോ. അത് വരുന്നത് ഏതിനൊക്കെയാണ് നികുതി പുതിയ തരത്തിൽ നിശ്ചയിച്ചിട്ടുള്ളത്, ഏതൊക്കെ തരത്തിലാണ് പിരിക്കുന്നത്, ഇതൊക്കെ സംബന്ധിച്ച് ഉള്ള വിശദാംശങ്ങൾ തയ്യാറാക്കപ്പെട്ടിട്ടില്ല. അത് ഓൺലൈനിലാണല്ലോ ഇതൊക്കെ കളക്ഷൻ നടത്തേണ്ടത്. അതിനുവേണ്ട സോഫ്റ്റ്വെയർ തയ്യാറാക്കപ്പെട്ടിട്ടില്ല. ഗവൺമെന്റ് ഏജൻസികളടക്കം പലരും പറഞ്ഞു ഇത് തയ്യാറായി കഴിഞ്ഞിട്ടില്ല. എന്നാലും വേണ്ടില്ല, ജൂലൈ 1-ാം തീയതി മുതൽ നടപ്പാക്കണം എന്ന് വാശി പിടിച്ച് നടപ്പാക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഹോട്ടലിനെ പറ്റിയാണല്ലോ പറഞ്ഞു തുടങ്ങിയത്. ഹോട്ടലിൽ സാധനങ്ങൾ വാങ്ങാൻ, പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും വാങ്ങാൻ ഇവിടുത്തെ മാർക്കറ്റിലാണ് ഇവർ ആശ്രയിക്കേണ്ടി വരിക. ഇവിടുത്തെ മാർക്കറ്റിൽ ചെറിയ ഉള്ളിക്ക് തമിഴ്നാട്ടിൽ കഴിഞ്ഞ വർഷം വരൾച്ച മൂലം ഉള്ളി ഉണ്ടായിട്ടില്ല. അവർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഉള്ളി കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഉള്ളി വാങ്ങിക്കുന്നവർക്കറിയാം ഇപ്പോൾ വില ഏതാണ്ട് 60-70% നമ്മുടെ തിരുവനന്തപുരം മാർക്കറ്റിലും മറ്റു കേരളത്തിലെ മറ്റു മാർക്കറ്റുകളിലും കൂടിയിട്ടുണ്ട്. ഇത് വെച്ചാണ് സാധനങ്ങൾ വിൽക്കേണ്ടി വരുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ നേരത്തെ നിയമം പറയുമ്പോൾ ഒരു ഐഡിയൽ കണ്ടീഷൻ, ഒരു പൊതുവായിട്ട് നല്ല സ്ഥിതി, ആ സ്ഥിതിയിൽ ഇത് നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതമല്ല ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് ഞങ്ങൾ പലപ്പോഴും പാർലമെന്റിൽ ചർച്ച വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ്. താങ്കളടക്കമുള്ള പാർലമെന്റ് അംഗങ്ങൾ, അല്ല ഞാൻ ഒന്നുകൂടി പറഞ്ഞു തീർത്തോട്ടെ, പറഞ്ഞോളൂ. ഞങ്ങളടക്കം പാർലമെന്റ് അംഗങ്ങൾ ഇതിന്റെ അപകടം ചൂണ്ടിക്കാണിച്ചതാണ്.
ഇത് സൂക്ഷിച്ച് നടപ്പാക്കണമെന്ന് പറഞ്ഞതാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു സന്ദേശമല്ലല്ലോ, അങ്ങനെയുള്ള ഒരു പറയുമ്പോൾ സന്ദേശമല്ല പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തോമസ് ഐസക് കേരള ജനങ്ങളോട്, മലയാളികളോട് നൽകിയത്. മുന്നൊരുക്കമില്ല, അനിശ്ചിതാവസ്ഥയുണ്ട്, ആശങ്കയുണ്ട്. അല്ല കേരളത്തിലെ അല്ല കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുമെന്നുള്ള മറ്റേ ഉറപ്പ് ജൂൺ 30 വൈകുന്നേരം 7 മണിക്ക് ഡൽഹിയിൽ ഈ GST കൗൺസിൽ കൂടിയപ്പോഴും കേന്ദ്രമന്ത്രിമാരും ധനകാര്യമന്ത്രിയും ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം അദ്ദേഹത്തിന് നൽകിയതാണ്. അത് മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് ധനകാര്യമന്ത്രിക്ക് സംസാരിക്കാൻ പറ്റൂ. എന്റെ ചോദ്യം അതല്ല. ഈ ആശങ്കകളെല്ലാം നിങ്ങൾ ഡൽഹിയിലും നിങ്ങളുടെ സഭയിലും ജനപ്രതിനിധി സഭയിലും അടക്കം ഉന്നയിക്കുന്നു. പക്ഷെ തോമസ് ഐസക് ഇവിടെ പൊതുസമൂഹത്തിന് നൽകിയൊരു ചിത്രം, ഈ ഇടനിലക്കാരുടെ, വ്യാപാരികളുടെ അടക്കം ചൂഷണം ഇല്ലാതാകുന്നു, അതുവഴി 85ഓളം ഉൽപ്പന്നങ്ങൾ, ഇവിടെ മേരി ജോർജ് സൂചിപ്പിച്ചു, നിരവധിയായ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുന്ന സാഹചര്യം ഉണ്ടാകും എന്ന ധാരണയാണ് നൽകിയത്. അങ്ങനെയാണെങ്കിൽ തോമസ് ഐസക് അത് കൈകാര്യം ചെയ്ത രീതിയെ താങ്കളടക്കം വിമർശിക്കണം. അല്ല, ഐസക് അല്ല കൈകാര്യം ചെയ്യുന്നത്. ഞങ്ങളുടെ സംസ്ഥാനത്തിൽ കൊണ്ടുവരുന്നത് ധനകാര്യമന്ത്രി അല്ല സാധനങ്ങൾ കൊണ്ടുവരുന്നത്, അത് വ്യാപാരി വ്യവസായികൾ. അതല്ലായിരിക്കാം. പക്ഷെ ജനങ്ങളോട് സംസ്ഥാന ധനമന്ത്രി എന്ന നിലയിൽ രണ്ട് കാര്യം അല്ല ഒരു വാചകം ഞാൻ പറഞ്ഞു. അല്ല, ഒരു വാചകം നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ഒരു വാചകം പറയട്ടെ. നിങ്ങളൊരു ധാരണ ഈ ശ്രോതാക്കൾക്ക് കൊടുക്കുന്നുണ്ട്, കേരളത്തിൽ മാത്രമേ അറിയേണ്ടതാണ്. ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും അല്ലല്ല, നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യയിലാകെ ഇതുമായി ബന്ധപ്പെട്ട് വ്യാപാരി വ്യവസായികളെല്ലാം പലരും നേരത്തെ കടയടച്ച് സമരം നടത്തി തുടങ്ങിയിരിക്കുന്നു. അവരിപ്പോ 11-ാം തീയതി വരെ കാത്തിരുന്നിട്ടില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് മറ്റേ ബംഗാളിൽ കൽക്കട്ടയിലായാലും UP-യിലായാലും മറ്റു പ്രദേശങ്ങളിലായാലും നിങ്ങൾക്ക് അറിയേണ്ടതാണ്, എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ള അത്ര തന്നെ പ്രശ്നങ്ങൾ കേരളത്തിലില്ല എന്നുള്ളതാണ് നമ്മുടെ സ്ഥിതി. നിങ്ങൾ മറിച്ചൊരു ചിത്രം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ജയ്പാൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയാണോ സ്ഥിതി? ജയ്പാൽ, ഇവിടെ നിലവിലുള്ള വിലയുടെ കൂടെ GST അധികമായി ചേർക്കുന്ന കാഴ്ചയാണ് ഹോട്ടലുകളിൽ കാണാൻ കഴിയുന്നത്. എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്യുന്നത്? നമ്മൾ ഈ ടാക്സ് കുറയുന്നതുമാതിരി തന്നെയാണ് ടാക്സ് കൂടുന്നതും. അതായത് ഒരു സാധനത്തിന് ടാക്സ് കുറയ്ക്കുമ്പോൾ അതിന് വില കുറയും, അതുമാതിരി തന്നെ ടാക്സ് കൂട്ടുമ്പോൾ അതിന് വില കൂടും. നേരത്തെ ശ്രീമതി മേരി ജോർജ് സൂചിപ്പിച്ചതുമാതിരി ഇവിടെ ചെയ്യേണ്ടത് ആഡംബര വസ്തുക്കളുടെ വില കുറച്ചിട്ട് നമ്മുടെ ഈ ഭക്ഷണ സാധനങ്ങൾക്ക് വില കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആ ഭക്ഷണ സാധനങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ കൂട്ടിയുണ്ടാക്കുന്ന സാധാരണക്കാരനും ഇടത്തരക്കാരനും ആഹാരം കഴിക്കുന്ന ഹോട്ടലുകളിൽ അന്യായമായി നികുതി ചുമത്തിയിട്ട് അത് മുഴുവൻ കുറയ്ക്കണമെന്ന് ഹോട്ടലുകാരോട് പറയുന്നതിൽ എന്ത് ന്യായമാവുള്ളത്? നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഈ ഭക്ഷ്യവസ്തുവിന് നികുതി കുറച്ചുകൊണ്ട് ആഡംബര വസ്തുക്കൾക്ക് വില കൂട്ടണം. ഇതല്ല ഉണ്ടായത്. ഇവിടെ ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം 3 തരം ആക്രമണമാണ് ഉണ്ടാകുന്നത്. ഒന്ന്, അന്യായമായി നികുതി ചുമത്തി. 2, ഭക്ഷ്യവസ്തുക്കൾക്ക് നികുതി കുറച്ചതിൻ്റെ ആനുകൂല്യം ഹോട്ടലുകൾക്ക് കിട്ടുന്നില്ല. 14% ചിക്കന് വില കുറഞ്ഞു, ചിക്കന് വില 50 രൂപ കൂടി, അരിക്ക് വില കുറഞ്ഞു, നികുതി അരിക്ക് വില കൂടി. അങ്ങനെ ഏത് സാധനം A to Z എടുത്ത് നോക്കിക്കോളൂ, ഒന്നിനും വില കുറഞ്ഞിട്ടില്ല. ഒരു വശത്തു കൂടെ നികുതി, മറുവശത്തു കൂടെ ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു സെക്കൻഡ് നികുതി, അരി നികുതി രഹിതമാണ്, പഞ്ചസാരയ്ക്ക് നികുതി കുറയുമെന്നാണ് പ്രതീക്ഷിച്ചത്, പച്ചക്കറികൾ നേരത്തെ തന്നെ GST ബാധകമല്ലാത്ത ഉൽപ്പന്നമാണ്. ഇതൊക്കെയാണല്ലോ പ്രധാനപ്പെട്ട നിങ്ങളുടെ വിഭവങ്ങൾ. പക്ഷെ ഇതിനൊന്നും വില കുറഞ്ഞിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, നമുക്കൊരു നിയമം കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അതിൻ്റെ ആനുകൂല്യം കിട്ടിയാലല്ലേ വില കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം നിലവിൽ ഞങ്ങളുടെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 100% എക്സ്പെൻസ് ഉണ്ടെങ്കിൽ 35% അത് റോ മെറ്റീരിയൽസ്, അതായത് ഭക്ഷണ വസ്തുവിൻ്റെ കോസ്റ്റുള്ളൂ. ബാക്കി 65% ഞങ്ങളുടെ വാടക, തൊഴിലാളികളുടെ ശമ്പളം, ഇത് അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ 35%-ൽ എന്തെങ്കിലും വിലക്കുറവ് വന്നു കഴിഞ്ഞാൽ അത് ഉപഭോക്താക്കൾക്ക് പങ്കുവെക്കാൻ ഹോട്ടൽ അസോസിയേഷനെ സംബന്ധിച്ചുള്ള ഹോട്ടലുകാരെ സംബന്ധിച്ചുള്ള ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് ഒരു വശത്തു കൂടി ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദം, നിങ്ങളുടെ വില കുറയ്ക്കണം,
മറുവശത്ത് കൂടെ ടാക്സ് കൂട്ടുന്നു. ഇത് സാധാരണ ഹോട്ടലുകളിൽ. വേറൊരു വശത്ത് റോ മെറ്റീരിയൽസിൻ്റെ വില കൂടുന്നു, ശമ്പളം കൂടുന്നു, വാടക കൂടുന്നു, സർവീസ് ചാർജ് ഇതിനൊക്കെ കൂടി വരികയാണ്. ഇതൊക്കെ ഹോട്ടൽ ഉടമയുടെ ഭാഗത്തേക്കാണ് വരുന്നത്. അതുകൂടാതെ ചെറിയ ഹോട്ടലുകൾ 75 ലക്ഷം രൂപ വരെയുള്ള കച്ചവടം 5% നികുതി പോക്കറ്റിൽ നിന്നെടുത്താണ്. ഒരു കാര്യം കൂടി നിങ്ങൾക്ക് അവകാശപ്പെട്ട ഇൻപുട്ട് ക്രെഡിറ്റ് ഇപ്പോൾ കുറയ്ക്കുമെന്ന് വാഗ്ദാനം ചെയ്ത 5%, 8% മാത്രമാണോ? AC റെസ്റ്റോറന്റുകളിൽ 14.5% സർവീസ് ചാർജും ഒഴിവായിട്ടില്ലേ? തെറ്റാണ് ഇതൊക്കെ. ഞാൻ പറഞ്ഞ നമ്മളെ കണ്ണടച്ചിരുട്ടാക്കിയ ഇരുട്ടാവില്ല. ഇവിടെ എന്താണെന്ന് വെച്ചാൽ 0.5 ടാക്സാണ് കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. സർവീസ് ടാക്സ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഹൈക്കോടതി അത് എടുത്തു കളഞ്ഞിരുന്നു. അപൂർവം ചില ഹോട്ടലുകളിൽ പിരിച്ചിട്ടുണ്ടെങ്കിൽ, ചില സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ പിരിച്ചിട്ടുണ്ട്. അത് പിരിക്കുന്നുണ്ടെങ്കിൽ സർവീസ് ചാർജിൽ നിന്ന് അഡീഷണൽ ഈടാക്കിക്കൊണ്ട് അത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുകയാണ് ചെയ്തത്. അതെങ്ങനെയാണ് ഞങ്ങളുടെ ഉൽപ്പന്നത്തിൻ്റെ കൂട്ടത്തിൽ വില വരുന്നത്? അപ്പോൾ 0.5% ടാക്സ് കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പല പ്രാവശ്യം ആവർത്തിക്കുകയാണ് ഈ പത്രമാധ്യമങ്ങളെ കൂടി. അതായത് ഇവിടെ കേരളത്തിൽ നിലവിൽ 14% ടാക്സ് ഉണ്ടായിരുന്നു, 16% ടാക്സ് ഉണ്ടായിരുന്നു, 0.5 ടാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ടാക്സ് ഒക്കെ കുറഞ്ഞിട്ടും ഇവർ വില കുറയ്ക്കുന്നില്ല. സത്യം മനസ്സിലാക്കണം, കേരളത്തിലെ ഹോട്ടലുകളിൽ 0.5% ടാക്സ് ഉണ്ടായിരുന്നുള്ളൂ. ആ 0.5 ഒറ്റയടിക്ക് 13ഉം 18ഉമായിട്ട് വർദ്ധിക്കുമ്പോൾ അതിൻ്റെ ഭാരം താങ്ങേണ്ടത് ഇവിടുത്തെ ഉപഭോക്താക്കളാണ്. അത് മാറ്റേണ്ട ചുമതല ഇവിടുത്തെ സർക്കാരിനുണ്ട്. അതിന് ഞങ്ങൾ പല പ്രാവശ്യം സർക്കാരിൻ്റെ അടുത്ത് നിവേദനം കൊടുത്തിട്ടുണ്ട്. ശ്രീമതി മേരി ജോർജ്, ഈ GST നടപ്പാവുന്നതിന്റെ പിറ്റേ ദിവസമാണ് തോമസ് ഐസക് ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തിയത്. പിന്നീട് ഇന്ന് പറയുന്നു 13% വരെ വില കൂടുമെന്ന്. ധനമന്ത്രിക്ക്, ധനവകുപ്പിന് അത് സംസ്ഥാനത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല എങ്കിൽ പോലും എവിടെയെങ്കിലും കണക്ക് പിഴച്ചോ? കണക്ക് കൂട്ടലും അതായത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന അതായത് കേന്ദ്ര ഗവൺമെന്റ് വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഈ പറയപ്പെട്ട ഒരുപാട് കാര്യങ്ങളും അസംബന്ധങ്ങളാണ്. കാരണം ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വിൽക്കുന്ന ഓരോ ഉൽപ്പന്നത്തിൻ്റെയും പഴയ MRP വിലയും കാണിക്കണം, പുതിയ MRP വിലയും കാണിക്കണം. കാരണം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇപ്പോഴും ഈ ജൂലൈ 1 മുതൽ ലഭ്യമാകണം എന്നുണ്ടെങ്കിൽ MRP, അന്നത്തെ MRP, പഴയ MRPയും പുതിയ MRPയും കാണിക്കണം. പുതിയ MRP അനുസരിച്ചുള്ള വില ഈടാക്കണം. അങ്ങനെ ഈടാക്കിയതിന് ശേഷം അതനുസരിച്ചുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുന്നതാകുന്നു വ്യാപാരികൾക്കാണെങ്കിലും വ്യവസായികൾക്കാണെങ്കിലും. അതാണ് കേന്ദ്ര ഗവൺമെൻറ് വെബ്സൈറ്റ് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത്. പിന്നെ നേരത്തെ ശ്രീ CP നാരായണൻ പറഞ്ഞു, അതായത് ഇത് മുഴുവനും ഓൺലൈനിലേക്കാണ്. ശരിയാണ്, ഒരു സെൻട്രൽ ഓൺലൈൻ ഗ്രിഡിലേക്കാണ് നികുതികൾ എല്ലാവരും. ആര് വാങ്ങുന്ന ഉൽപ്പന്നത്തിൻ്റെയും നികുതികൾ പോകുന്നത് ഒരു സെൻട്രൽ ഗ്രിഡിലേക്കാണ്. ആ ഗ്രിഡിൽ നിന്നാണ് ഈ നികുതി കേന്ദ്രത്തിന്, സംസ്ഥാനങ്ങൾക്ക് ആയിട്ട് വിഭജിച്ചു പോകുന്നത്. പക്ഷേ ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായ സെൻട്രൽ ഗ്രിഡ് അല്ല. 2002 വിജയ് കേൽക്കർ അദ്ദേഹത്തിൻ്റെ ടാക്സ് റീഫോം, അതായത് ഈ GST നടപ്പാക്കുന്നതിൻ്റെ മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ടാക്സ് റിഫോം കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ തന്നെ സവിസ്തരം പറയുന്നുണ്ട് എങ്ങനെയൊക്കെ ആയിരിക്കണം ഇത്തരം ഒരു സംവിധാനത്തിലേക്ക് പോകുന്നത് എന്ന്. 18 GST കൗൺസിൽ മീറ്റിങ്ങുകൾ കൂടി. ഈ 18 മീറ്റിങ്ങുകളിലും കൂടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും സംസ്ഥാന ഗവൺമെൻറ്റുകളും ധനമന്ത്രിമാരാണല്ലോ അതിനകത്തൊക്കെയുള്ള മെമ്പേഴ്സ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചർച്ച ചെയ്ത സമയത്ത് എങ്ങനെയൊക്കെയാണ് ഇത് നടപ്പിലാക്കേണ്ടത്, ഓൺലൈൻ സംവിധാനത്തിന്, അതായത് ഓൺലൈൻ സംവിധാനത്തെ പറ്റി പഠിപ്പിക്കാൻ വേണ്ടി കമേഴ്ഷ്യൽ ടാക്സസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഓഫീസർമാർക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അധീനതയിൽ ട്രെയിനിങ് കൊടുത്തു. അതുപോലെ തന്നെ അവർ വന്ന് ഇവിടെയുള്ളവരെ പഠിപ്പിക്കേണ്ടിയിരുന്നു, ബാക്കി ഉദ്യോഗസ്ഥരെ. ഈ ഉദ്യോഗസ്ഥർ തന്നെ വ്യാപാരികൾക്കും വ്യവസായികൾക്കും ഇതേപ്പറ്റി വേണ്ടത്ര പരിജ്ഞാനം കൊടുക്കണമായിരുന്നു. ഇതെല്ലാം നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത്തരം മുന്നൊരുക്കങ്ങൾ എടുക്കാതിരുന്നത് ആരുടെ കുറ്റം കൊണ്ടാണ്? ഈ ജൂലൈ 1 മുതൽ ഇത് നടപ്പിലാക്കുമെന്ന് കട്ടായം കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിരുന്നു. അതിനുശേഷം കൂടിയ GST കൗൺസിലുകളിലും, അതായത് ഇതിന് മുന്നൊരുക്കങ്ങളില്ലാതെ കടന്നു ചെല്ലാൻ പറ്റുന്ന ഒന്നല്ല ഈ പറയപ്പെട്ട ചരക്ക് സേവന നികുതി. കാരണം നേരത്തെ ശ്രീ CP നാരായണൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സെൻട്രൽ ഗ്രിഡിലേക്ക് ഓൺലൈനായിട്ട് തന്നെയുള്ള നിരവധി പ്രോസസ്സിലൂടെയാണ്
നികുതി സ്വീകരിക്കുന്നതും നികുതി ഷെയർ ചെയ്യപ്പെടുന്നതും. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ശ്രീ തോമസ് ഐസക് തന്നെ സമ്മതിച്ചതാണ് 85% ഉൽപ്പന്നങ്ങളുടെയും വിലയിൽ കിഴിവുണ്ടാകുമെന്ന് GST വരുമ്പോൾ. ആ രീതിയിലാണ്. കാരണം ഇപ്പോൾ ഓരോരുത്തരും അയ്യോ 5, 8, 12, 18 എന്നൊക്കെ പറയുന്നത് ഇവരൊക്കെ പണ്ട് നിലവിലിരുന്ന സെൻട്രൽ എക്സൈസ് അത് 16% വരെ വരുമായിരുന്ന സെൻട്രൽ എക്സൈസിനോട് ചേർന്നാണ് വാറ്റും മറ്റുമൊക്കെ വന്നിരുന്നത്. അങ്ങനെ എല്ലാ ഒട്ടുമിക്ക ഉൽപ്പന്നങ്ങൾക്കും 20 മുതൽ 30, 32% വരെ നികുതി ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ 5, 8, 12, 18 ഈ തരത്തിലുള്ള നികുതിയിലേക്ക് മാറിയത്. അപ്പോൾ ജിഎസ്ടിക്ക് പിന്നിലെ കൊള്ളയടി ആരാണ് നടത്തുന്നത് എന്നാണ് പ്രൈം ഡിബേറ്റ് പരിശോധിക്കുന്നത്. GSTക്ക് പിന്നിലെ തീവല ആര് സൃഷ്ടിക്കുന്നത് എന്നാണ് പ്രൈം ഡിബേറ്റ് പരിശോധിക്കുന്നത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഭാരവാഹി നസറുദ്ദീനിലേക്ക് വീണ്ടും. ടി നസറുദ്ദീൻ, ഇവിടെ ഇതുവരെ വ്യാപാരം നടത്തിയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. അതിന് നികുതിയും നൽകിയിട്ടുണ്ട് എന്നാണ് പൊതുധാരണ, സങ്കല്പം. ഇപ്പോൾ ഈ നികുതി നിരക്കും അതിൻ്റെ ഘടനയിൽ മാത്രമാണ് മാറ്റം വന്നിട്ടുള്ളത്. ഈ നികുതി നിങ്ങളുടെ കയ്യിൽ നിന്നും അല്ല പിടിക്കുന്നതും, അത് ജനങ്ങളിൽ നിന്ന് തന്നെയാണ് സ്വീകരിക്കുന്നതും. പിന്നെ എന്താണ് ഈ GSTയുടെ പേരിൽ വ്യാപാര ദ്രോഹ കുറ്റം അടക്കം ചുമത്തി നിങ്ങൾ സമരം പ്രഖ്യാപിക്കുന്നത്? GSTയുടെ കാര്യത്തിൽ ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഈ കാലോചിതമായി കേരളത്തിലെ ജനതയ്ക്ക് പാവപ്പെട്ട കച്ചവടക്കാരിൽ ഇതിലേക്ക് മാറാനുള്ള സമയം വേണം. രണ്ടാമത് കോഴിയിറച്ചിക്ക് ഒഴികെ ഒരൊറ്റ ഒരു സാധനത്തിന് നികുതി കുറച്ചിട്ടില്ല. 85% സാധനങ്ങൾക്ക് നികുതി കുറച്ച് എന്നൊക്കെ പറഞ്ഞു കേട്ട് ഒരൊറ്റ സാധനത്തിന് നികുതി കുറച്ചിട്ടില്ല. ശ്രീമതി തോമസ് ഐസക് പറഞ്ഞ് പാക്കറ്റ് മേൽ എഴുതിയ വിലയിൽ കൂടുതൽ വിറ്റ ശിക്ഷിക്കുന്നത്. പാക്കേജ് കമ്മോഡിറ്റീസ് റോഡ് കഴിഞ്ഞ 10 കൊല്ലമായി ഇന്ത്യയിലുണ്ട്. പാക്കറ്റ് മേൽ എഴുതിയ വിലയേക്കാൾ കൂടുതൽ വിറ്റ ശിക്ഷിക്കുന്ന നിയമമുണ്ട്. അതിന് GST വേണ്ട. ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വാങ്ങിയ വിലേൻ്റെ വില ചുരുങ്ങിയ ലാഭം എടുത്ത് വിൽക്കാൻ കച്ചവടക്കാർക്ക് അവകാശം കിട്ടണം. അതിനുള്ള സംബന്ധിച്ച് കട്ടണം. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകണം. ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നതാണ് വ്യാപാരത്തിൻ്റെ നിയമം. സാധനങ്ങൾക്ക് ക്ഷാമം വരുമ്പോൾ വില കൂടുമോ? ഞങ്ങൾ കൂടിയ വിലയിൽ 10 പൈസ കൊടുത്ത് ജാസ്തി വിൽക്കും. ഇല്ലാതെ വേറെ ഒന്നുമില്ല. ശ്രീ CP നാരായണൻ, വ്യാപാരികൾ ഇപ്പോൾ സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 6 ദിവസമായി പലരും ഉൽപ്പന്നങ്ങൾ പോലും എടുക്കുന്നില്ല. സപ്ലൈകോയിലടക്കം ആവശ്യത്തിന് സാധനങ്ങളില്ലാത്ത, ഉൽപ്പന്നങ്ങളില്ലാത്ത സാഹചര്യമുണ്ട്. വില കുറയുന്നില്ല എന്ന് മാത്രമല്ല, കൂടുകയുമാണ്. വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ പൊതുവിപണിയിൽ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിനെ മാത്രം പഴിചാരി എങ്ങനെ അഭിമുഖീകരിക്കാൻ കഴിയും ജനങ്ങളെ? അല്ല, നിങ്ങളിപ്പോൾ ഞാൻ പറയുന്ന പോലെ ഞങ്ങളോടാണ് ഇവിടെയുള്ള ആളുകൾ ചോദിക്കുക. ഒരുപക്ഷെ പഞ്ചായത്തിലുള്ള ആൾക്കാർ പഞ്ചായത്ത് കമ്മിറ്റിയോട് ചോദിക്കും. അതല്ല പ്രശ്നം. ഇത് എല്ലാവർക്കും അറിയുന്നത് പോലെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ ഒരു വ്യവസ്ഥ. ആ വ്യവസ്ഥ വരുമ്പോൾ ജൂൺ 30-ന് ഇപ്പോൾ നസറുദ്ദീന്റെ കയ്യിലായാലും മറ്റു വ്യാപാരികളുടെ കയ്യിലായാലും ഒരു സ്റ്റോക്ക് ഉണ്ടാവും. ആ സ്റ്റോക്കിന് അന്ന് ഉണ്ടായിരുന്ന വില അതേവരെ ഉണ്ടായിരുന്ന നികുതി ഘടനയുടെ അടിസ്ഥാനത്തിലാണ്. ആ നികുതി ഘടനയുടെ അടിസ്ഥാനത്തിൽ നിന്ന് പുതിയ നികുതി ഘടനയിലേക്ക് മാറ്റുമ്പോൾ അവർക്ക് നഷ്ടം വരാത്ത രീതിയിൽ അതിലെ ടാക്സ് മാറ്റണം. എന്നിട്ട് ഇതിന്റെ വില ഇതാണെന്ന് പുനർനിർണയിക്കണം. എന്നിട്ട് ആ നിലയ്ക്ക് അതിന്റെ കൂടെ ആ പുനർനിർണയിച്ച വില, ആ വിലയുടെ മേൽ പുതിയ ടാക്സ് ചുമത്തിക്കൊണ്ട് അത് വിൽക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു അന്തരാള ഘട്ടം ഉണ്ടാവും. പഴയ രീതിയിൽ ഉൽപാദനം നടത്തി പഴയ രീതിയിൽ ടാക്സ് ചുമത്തി ഈ മൊത്ത വിതരണക്കാർക്കായാലും ചില്ലറ വിതരണക്കാർക്കായാലും കിട്ടിയ സാധനത്തിനെ എങ്ങനെ വേണം അവരെ പുതിയ പശ്ചാത്തലത്തിൽ വിൽക്കാൻ, ഇതിന് വേണ്ട ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്. ഇതിന് വേണ്ട തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല എന്ന് ഈ CIയും FICCIയും ഒക്കെ പറഞ്ഞിട്ടും, അതേപോലെ വ്യാപാരി വ്യവസായ സംഘടനകൾ പലതും ഇന്ത്യയിൽ ആകെ പറഞ്ഞിട്ടും
ആ പ്രശ്നങ്ങൾ പരിശോധിക്കാതെ പരിഗണിക്കാതെ വാശി പിടിച്ച് ജൂലൈ 1 മുതൽ നടപ്പാക്കിയതിന്റെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയതിന്റെ പരിണത ഫലമാണ് എല്ലാവരും അനുഭവിക്കുന്നത്. അതിൽ നിങ്ങൾ ഇവിടുത്തെ ധനകാര്യമന്ത്രിയെ ചോദ്യം ചെയ്ത് പ്രതിക്കൂട്ടിലാക്കാണ്. അപ്പൊ അതല്ല പ്രശ്നം. ഇടക്കാല സ്ഥിതിയാണ്, ഞാൻ സമ്മതിക്കുന്നു. ഇവിടെ ഇതുപോലെ തന്നെ ഒരു വാശി ധനമന്ത്രി തോമസ് ഐസക് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച മുതൽ 1 കിലോ കോഴിയിറച്ചി 87 രൂപയ്ക്ക് മാത്രമേ വിൽക്കാവൂ എന്ന് നിഷ്കർഷിച്ചു. പറ്റില്ല എന്ന് കോഴി കർഷകരുടെ ഭാരവാഹികളും അവരുടെ അസോസിയേഷനും പ്രഖ്യാപിച്ചു. അവർക്ക് സാമ്പത്തികമായി നഷ്ടമുണ്ടാകുന്ന ഒരു ബിസിനസ്സാകും അങ്ങനെ വന്നാൽ. അത് സാധ്യമല്ല എന്ന് അവരും പ്രഖ്യാപിച്ചു. കഴിയില്ല എന്നാണ് ധനമന്ത്രിയുടെ ഭാഷ്യം. മറ്റ് വാറ്റടക്കം ഉണ്ടല്ലോ എന്ന ഭീഷണിയും ഇന്ന് അദ്ദേഹം ഉയർത്തുകയുണ്ടായി. എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും സർക്കാരിന്? തിങ്കളാഴ്ച മുതൽ 87 രൂപയ്ക്ക് കോഴിയിറച്ചി വിൽക്കാൻ കോഴി കർഷകർ, കോഴി വ്യാപാരികൾ, ഇറച്ചിക്കോഴി വ്യാപാരികൾ തയ്യാറായില്ലെങ്കിൽ? അല്ല, അത് ധനകാര്യമന്ത്രി തന്നെ പറയട്ടെ, ഞാൻ അദ്ദേഹത്തിന്റെ കാര്യത്തിലേക്ക് ഇടപെടുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞതിന്റെ യുക്തി നമ്മൾ മനസ്സിലാക്കണം. പഴയ രീതിയിൽ ഇത് കോഴിയെ വളർത്തിയപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എന്ത് വില വരുന്നു, അവർക്ക് എന്ത് ചെലവ് വന്നു, അതിന്റെ മേലെ നിങ്ങൾ ഈ ടാക്സ് കൂടി ചുമത്തിയാൽ ഇപ്പോൾ വന്ന പുതിയ സാഹചര്യത്തിൽ അവർക്ക് 87 രൂപ വരെ വരുള്ളൂ എന്ന് തോമസ് ഐസക് മാത്രമല്ല അദ്ദേഹത്തിന്റെ കീഴിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളിലെ ആളുകളെല്ലാം കൂടി കണക്കാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. വെറുതെ പറഞ്ഞതല്ല. അത് എവിടെയോ അദ്ദേഹം അത് മറ്റുള്ളവരായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം ഉന്നയിച്ച ചോദ്യത്തിന് അവർക്ക് മറുപടി പറയാനും കഴിഞ്ഞില്ല. ഇവിടെ അപ്പൊ ഇതുപോലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ടത് CP നാരായണൻ, ഇവിടെ 87 രൂപയ്ക്ക് തിങ്കളാഴ്ച മുതൽ ഇറച്ചിക്കോഴി വിൽക്കണം എന്നതാണ് ധനമന്ത്രിയുടെ നിബന്ധന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. അത് കഴിഞ്ഞില്ലെങ്കിൽ പലതരത്തിലുള്ള നടപടി അദ്ദേഹം സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നടപടി നേരിടാൻ തയ്യാറാണോ ശ്രീ ബെന്നി ഇമ്മട്ടി നിങ്ങൾ? ഒരു നടപടിയും ഇതിന്റെ പുറത്ത് സ്വീകരിക്കില്ല എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. വെച്ചാല് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കോഴി 85 രൂപയോളം അതിന് കർഷകന് ചെലവ് വരുന്നുണ്ട്. ആ കോഴി 87 രൂപയ്ക്ക് വിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കലും അത് നടക്കാവുന്ന കാര്യമല്ല എന്ന്. അതായത് ഈ 30/6/2017 കോഴി GST വരുന്നതിന്റെ തലേ ദിവസം കോഴിക്ക് വില ഉണ്ടായിരുന്ന 137 രൂപയാണ്. അതേസമയം 20/6/2017 കോഴിക്ക് വില ഉണ്ടായിരുന്ന 135 രൂപയാണ്. GST വന്നതിന് ശേഷം വില 11 രൂപ കുറഞ്ഞു. 2/7/17 126 രൂപ കുറഞ്ഞു. 3/7/17 128 ഉയർന്നു. പിന്നെ ആ വില 145 147 ഇന്ന് 147 രൂപയാണ് വില. തമിഴ്നാട്ടിലെ വില കോഴിക്ക് 120 രൂപയാണെന്ന്. കേരള, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ കോഴിയുടെ ലഭ്യത കുറവാണ് ഈ വിലവർദ്ധനവിന് കാരണം. അല്ലാതെ GST പോയതുകൊണ്ട് വ്യാപാരികള് കൊള്ളലാഭം എടുക്കാൻ ഈ കോഴിയുടെ മേലെ താങ്കൾ പറഞ്ഞു വരുന്നത് 87 രൂപയ്ക്ക് വിൽക്കാനില്ല തിങ്കളാഴ്ച മുതൽ നിങ്ങൾ വെക്കാൻ സാധിക്കില്ല. ശക്തമായ നടപടി ഉണ്ടാകും. വാറ്റടക്കമുണ്ട് എന്ന ഓർമ്മ വേണം എന്നാണ് ധനമന്ത്രി പറഞ്ഞത്. വാറ്റൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ ഇതൊക്കെ പറഞ്ഞ് ധനമന്ത്രി കോഴി കച്ചവടക്കാരെയും കർഷകരെയൊക്കെ പേടിപ്പിക്കണം എന്തിനാ? 8 ലക്ഷത്തോളം ഇവിടെ ഈ ഹോട്ടലിലെ ഭക്ഷണ വില അത് കണക്കാക്കുന്നതിന് ഈ സംസ്ഥാനത്ത് ഒരു മാനദണ്ഡവുമില്ല. വില കുറയ്ക്കണം എന്ന് സർക്കാരിന് അവകാശപ്പെടാൻ എങ്ങനെയാണ് സാധിക്കുക? അത്തരത്തിലൊരു സമ്പ്രദായം ഇല്ലാത്തിടത്തോളം കാലം. അതായത് സർക്കാരിന് സമ്പ്രദായം ഇല്ല എന്നുള്ളത് ശരി തന്നെയാണ്. കാരണം ഇന്ന് ഞാൻ തന്നെ 158 രൂപയ്ക്ക് ഗവൺമെന്റിന്റെ ഫാമിൽ നിന്ന് കെപ്കോയിൽ നിന്ന് ചിക്കൻ വാങ്ങിയിരിക്കുന്നു. 87 രൂപയ്ക്ക് കൊടുക്കണമെന്ന് സ്വകാര്യ വ്യക്തികളോട് പറയുമ്പോൾ ഗവൺമെന്റ് ഫാമിൽ നിന്ന് തന്നെ 158 രൂപയ്ക്ക് ഇന്ന് ചിക്കൻ വാങ്ങിയവളാണ് ഞാൻ. അപ്പോൾ എനിക്ക് എന്താണ് പറയാ, അതെന്താണ് നമുക്ക് തരുന്ന സന്ദേശം? ഗവൺമെന്റ് പോലും ഈ പറയപ്പെട്ട GSTയെ തകിടം മറിക്കത്തക്ക രീതിയിൽ മുൻപോട്ട് പോകുന്നു എന്ന് വേണം. അല്ലെങ്കിൽ ധനമന്ത്രി പറയുന്നത് ഇവിടുത്തെ എന്താ പറയുക, കൃഷി മന്ത്രി അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ കെപ്കോ അംഗീകരിക്കുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അതായത് യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതായത് നാപ്പ ദേശീയ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി
എന്നൊരു അതോറിറ്റിയെ കേന്ദ്രത്തിൽ ഫോം ചെയ്തിട്ടുണ്ട്. ആ അതോറിറ്റി 122 ഭരണഘടനാ വകുപ്പ് അനുസരിച്ച് GST വന്ന അതിനു വേണ്ടി തന്നെ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി അതിലെ അഴിമതി തടയാൻ വേണ്ടിയാണ് ഈ നാപ്പ, നാഷണൽ ആൻറ്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ആരെങ്കിലും വ്യാപാരികളാകട്ടെ വ്യവസായികളാകട്ടെ ആരുമാകട്ടെ അനാവശ്യമായിട്ട് ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ വില ഈടാക്കുന്ന പക്ഷം അവർക്കെതിരെ കർശനമായ നടപടികൾ എടുക്കാനും അവർ പിഴയും ശിക്ഷയും നൽകത്തക്ക പിഴയും ഒരുപക്ഷെ ജയിൽവാസവും നൽകത്തക്ക രീതിയിൽ കടുത്ത ശിക്ഷ എടുക്കാൻ ഉള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ആൻറ്റി പ്രോഫിറ്റിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് അതോറിറ്റി സംസ്ഥാനങ്ങളിലും ഫോം ചെയ്യണം എന്നും കൂടി ആവശ്യപ്പെടുന്നു. അപ്പോൾ ഡോക്ടർ തോമസ് ഐസക് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് കേരള ആഗ്രഹിക്കുന്ന പക്ഷം വളരെ കർശനമായ നടപടികൾ എടുക്കാനും ഇവരെ വഴിക്ക് കൊണ്ടുവരാനും കഴിയും. അങ്ങനെ വഴിക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ എല്ലാ കാലങ്ങളിലും കേരളത്തിലെ വ്യാപാരി വ്യവസായികളുടെ പുറംചൊറിയുന്ന നടപടിയാണ് സർക്കാരുകൾ, അത് ഇടതുപക്ഷ ഗവൺമെന്റ് ആകട്ടെ വലതുപക്ഷ ഗവൺമെന്റ് ആകട്ടെ, അവർ തുടരുന്നത് വ്യാപാരി വ്യവസായികളുടെ പുറംചൊറിയുന്ന ഏർപ്പാടാണ്. കാരണം 85% ഉൽപ്പന്നങ്ങളുടെ വില കുറയുന്ന GST നടപ്പിലാക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഹോട്ടൽ ഭക്ഷണത്തിന്റെ വില കൂടുന്നത്? കേരളം എന്താണ് ഇന്ത്യക്കകത്തുള്ള ഒരു സംസ്ഥാനമല്ലേ? കേരളത്തിൽ മാത്രം എന്താണ് ഇത്ര കൂടുതലായിട്ട് വില കൂടുന്നത്? മറ്റ് സംസ്ഥാനങ്ങളിൽ ശ്രീ സി പി നാരായണൻ പറഞ്ഞതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലും പ്രശ്നങ്ങളുണ്ട് വ്യാപാരികൾക്കും വ്യവസായികൾക്കും. പക്ഷേ ഇത്രയധികം വിലക്കയറ്റം മറ്റൊരു സംസ്ഥാനത്തിലും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല. CP നാരായണൻ അതിന് മറുപടി പറയും. അതിനു മുമ്പ് വായിക്കുന്ന കൂട്ടത്തിലാണ് ശ്രീ CP നാരായണൻ അതിന് മറുപടി പറയും. അതിനു മുമ്പ് ശ്രീ ജയപാൽ, ഇവിടെ ശ്രീമതി മേരി ജോർജ് സൂചിപ്പിച്ചു ഹോട്ടലുകളുടെ ഭക്ഷണം അതിന്റെ വില കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സമ്പ്രദായവും നിലവിലില്ല. ആ ഘട്ടത്തിലാണ് നിങ്ങൾ 8%, 5% കിഴിവ് നൽകുമെന്നെല്ലാം പ്രഖ്യാപനം നടത്തുന്നത്. എത്ര ഹോട്ടലുകൾ പാലിക്കും നിങ്ങളുടെ ഈ നിർദ്ദേശം എന്നടക്കമുള്ള കാര്യങ്ങളിൽ ആളുകൾക്ക് സംശയമുണ്ട്. ഇനിയുള്ള കാലത്തും സർക്കാരുമായി ആലോചിച്ച് ഇത്തരത്തിലൊരു വില നിയന്ത്രണ സംവിധാനം, ഒരു വില നിർണയ സംവിധാനം ഏർപ്പെടുത്താൻ ഉത്തരവാദിത്വപ്പെട്ട സംഘടന എന്ന നിലയിൽ നിങ്ങൾ തയ്യാറാകുമോ? ആദ്യം തന്നെ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ഇവിടെ ചിക്കൻ്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. ഗവൺമെൻറ് എനിക്ക് തോന്നുന്നു അത് തെറ്റായ സന്ദേശം കൊടുക്കരുത്. അതായത് ലൈവ് ചിക്കൻ 87-ഉം മറ്റത് മീറ്റ് ചിക്കനുമാണ്. അതാണ് ആ വില വ്യത്യാസം വരുന്നത്. ഒരു ചാനലിൽ കൂടെ തെറ്റായൊരു സന്ദേശം കൊടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ശ്രീമതി മേരി ജോർജ് പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ചോദിക്കണം, വില ഏകീകരണം എന്ന് കഴിഞ്ഞൊരു 10 വർഷക്കാലങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ ചർച്ചയ്ക്ക് വന്നതാണ്. TN ജേക്കബ് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോഴാണ് ആദ്യം ഇത് ഉയർത്തിക്കൊണ്ടുവന്നത്. എന്തുകൊണ്ടാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ ഇത് ഉയർത്തിക്കൊണ്ടുവന്നിട്ടും വ്യാപാരി വ്യവസായികളുടെ സമ്മർദ്ദം മൂലമല്ല അത് മാറ്റിവെക്കുന്നത്? ഇവിടെ ഉപഭോക്താക്കൾക്ക് വില ഏകീകരണ നിയമം കൊണ്ടുവന്നാൽ ഉപഭോക്താക്കൾക്ക് ശരിക്കും നഷ്ടമാണ് സംഭവിക്കുന്നത്. കാരണം ആരോഗ്യപരമായൊരു മത്സരം ഈ വേദിയിൽ അല്ലെങ്കിൽ ഈ ഫീൽഡിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇന്നും നമുക്ക് ഹോട്ടൽ ഭക്ഷണം നല്ല രീതിയിൽ തന്നെ കിട്ടുന്നത്. കാരണം നാം മനസ്സിലാക്കണം, 1 ലിറ്റർ പാലിന് 10 ചായ എടുക്കാം, 22 ചായ എടുക്കാം. 1 കിലോ തേയിലയ്ക്ക് 30 രൂപയുടെ തേയിലയുണ്ട്, 300 രൂപയുടെ തേയിലയുണ്ട്. അതേപോലെ തന്നെ ബിരിയാണി വെക്കുന്ന അരി അത് 100 രൂപയുടെയുണ്ട്, 300 രൂപയുടെയുണ്ട്. അരി എടുത്ത് നോക്കാം, അത് 25 രൂപയുടെയുണ്ട്, 45 രൂപയുണ്ട്. അപ്പം വ്യത്യസ്തമായ വിലയുള്ള ക്വാളിറ്റിയുള്ള ഗുണമേന്മയുള്ള ആഹാരം ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ചേരുവകൾ വ്യത്യസ്തമാണ്, ക്വാണ്ടിറ്റി വ്യത്യാസമാണ്. അതേമാതിരി തന്നെ സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നു, സാധാരണ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നു, രണ്ടാണ്. സിറ്റിയിലെ ഹോട്ടലിൻ്റെ വാടക വേറെയാണ്, ചെറിയൊരു ഗ്രാമത്തിലെ ഹോട്ടലിൻ്റെ വാടക വേറെയാണ്. അപ്പം ഇതൊന്നും മനസ്സിലാക്കാതെ കാലാകാലങ്ങളിലായിട്ട് നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ മറ്റുള്ളവരുടെ കയ്യടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ വില ഏകീകരണം. ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭരണാധികാരികൾ, അത് ഏത് ഭരണാധികാരികളായിക്കോട്ടെ, അവർ ഈ വിഷയം കൂലങ്കഷിതമായിട്ട് ചർച്ച ചെയ്തു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്നു, ഈ സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്നു. ഇതൊക്കെ ചർച്ച ചെയ്ത് MLA-മാരൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലായി ഇത് കൊണ്ടുവന്നാൽ ഇവിടെ 2 തരം ഭക്ഷണ രീതി ഉണ്ടാവും. ഏത് രീതിയിലാണ്? സാധാരണ ഹോട്ടലിൽ നിന്ന് നല്ല ഭക്ഷണം അപ്രത്യക്ഷമാവുകയും നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ ഉയർന്ന വില കൊടുത്തുകൊണ്ട് സ്റ്റാർ ഹോട്ടലിലേക്ക് പോയി കഴിക്കേണ്ട ഒരു സ്റ്റേജ് ഇവിടുത്തെ സാധാരണ ഉപഭോക്താവിന് ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് വില ഏകീകരണ നിയമം കൊണ്ടുവരാത്തത്. ഇവിടെ മേരി ജോർജ് മാഡം പറയുന്ന പല കാര്യങ്ങളും വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. CP നാരായണൻ,
പ്രായോഗികമായ ബുദ്ധിമുട്ടുകളാണ് ഹോട്ടൽ ഉടമകൾ സൂചിപ്പിച്ചത്. ഇവിടെ നേരത്തെ തന്നെ പറയുകയുണ്ടായി, ഉപഭോക്തൃ സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് ഈ GST നടപ്പാക്കുമ്പോൾ ഒറ്റ നികുതി സമ്പ്രദായത്തിലേക്ക് മാറുമ്പോൾ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാൻ പോകുന്നത് മലയാളിക്കാണ് എന്ന ഒരു പൊതു പ്രതീക്ഷ നൽകിയിരുന്നു കേന്ദ്രവും കേരള സംസ്ഥാന ധനമന്ത്രിയും. പക്ഷേ ഫലത്തിൽ അത് നേരെ തിരിച്ചാണ് അനുഭവപ്പെടുന്നത്. തൊട്ടതിനൊക്കെ വില വർദ്ധിക്കുന്നു. വില വർദ്ധിക്കില്ല, നികുതിയില്ല എന്ന് കരുതിയ സാധനങ്ങൾക്കകം അടക്കം വില കൂടുന്നു. അതിൻ്റെ പ്രത്യാഘാതം എന്ന നിലയിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് മേഖലയിലടക്കം വില കൂടുന്ന സാഹചര്യം. ഇവിടെ വില നിയന്ത്രണം അത് സർക്കാരിന് പൂർണ്ണമായും പിടിച്ചു നിർത്താൻ കഴിയുന്ന സാഹചര്യം, നിയന്ത്രിക്കാൻ കഴിയുന്ന നിയമങ്ങൾ കർക്കശമായി നടപ്പാക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? അല്ല, കർക്കശമായിട്ട് നടപ്പാക്കാൻ പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾക്ക് ആർക്കും ഭക്ഷണം കിട്ടൂല. നമ്മുടെ സംസ്ഥാനത്ത് കഴിക്കുന്ന ഒട്ടേറെ ഭക്ഷണ സാധനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് മുതൽ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ വരുന്നതാണ്. ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ചൊരു കാര്യം, GST നടപ്പാക്കാൻ തുടങ്ങിയ ജൂലൈ 1 അത് അന്ന് മുതൽ ഇന്ന് വരെ ഈ കമ്പോളത്തിലുള്ള പല ഉൽപ്പന്നങ്ങളും ഈ GST നടപ്പാക്കിയ ശേഷം മൊത്ത വ്യാപാരികളിൽ നിന്ന് ഇവിടെ വരുന്നതല്ല. നേരത്തെ ഇവിടെ സ്റ്റോക്കുള്ളതാണ്. ആ സ്റ്റോക്കിന് അവർ വേറെ GSTക്ക് മുമ്പുള്ള ആ വ്യവസ്ഥകൾ അനുസരിച്ച് വില കൊടുത്ത് വാങ്ങി വെച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് അവർക്ക് ഈ GST വന്ന ശേഷം, GSTയിൽ വരുമ്പോൾ പല നികുതികളും നേരത്തെ കൊടുത്ത് തീർക്കേണ്ടതാണ്, ഇവിടെ വരേണ്ടതല്ല. ആ രീതിയിൽ ഇതിനെ മാറ്റണമെങ്കിൽ അത് ആരാണ് ഇതിൻ്റെ ചില നഷ്ടം സഹിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇവരായിട്ട് മൊത്ത വ്യാപാരികൾ, സർക്കാർ, ചെറുകിട വ്യാപാരികൾ, ഉൽപാദകർ ഇവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്യേണ്ടി വരും. അത് ആ തരത്തിൽ GSTയുടെ ഗുണഫലം നമുക്ക് ഏതാനും മാസങ്ങൾ കഴിയുമ്പോഴേ നമുക്ക് ലഭ്യമാകുകയുള്ളൂ. അതിന് കൂടെയാണ് നേരത്തെ ഞാൻ പറയാൻ ശ്രമിച്ചത്, ഇത് സംബന്ധിച്ച വ്യവസ്ഥകൾ ഇപ്പൊ നമുക്ക് ശ്രീമതി പ്രൊഫസർ മേരി ജോർജ് ഒക്കെ പറഞ്ഞത് അതൊക്കെ നമ്മുടെ വെബ്സൈറ്റിലുണ്ട്, അല്ലെങ്കിൽ നമ്മളതിന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഇത് പ്രാവർത്തികമാക്കുന്ന ആ വ്യവസ്ഥ ഈ ഉദ്യോഗസ്ഥന്മാരും വ്യാപാരി സമൂഹവും ഉപഭോക്താക്കൾ എല്ലാവരും കൂടിച്ചേർന്ന് ഉള്ള ഈ സമൂഹത്തിൽ അത് നടപ്പാക്കുന്നതിന് ഉള്ള ഒരു കാലാവസ്ഥ വന്നിട്ടില്ല. അതുകൊണ്ട് ഇടക്കാലത്ത് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കുറച്ചു കാലം കൂടി തുടരുന്ന എനിക്ക് തോന്നുന്നത്. കാരണം കേന്ദ്ര ഗവൺമെന്റ് കൂടി ഇടപെട്ട് നമ്മൾ മൊത്ത വിതരണ സ്ഥാപനങ്ങളിൽ പലയിടത്തും MRP വിലയ്ക്കുള്ള സാധനങ്ങൾ ഇപ്പോൾ അവർ വിൽക്കുന്നില്ല. അവരത് കുറയ്ക്കാൻ തയ്യാറല്ല എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ജൂലൈ 1 മുമ്പുള്ള 2 ആഴ്ചക്കാലം വലിയ വിതരണക്കാർ പലരും പറഞ്ഞു ഞങ്ങൾ ആ MRP മാറ്റാൻ തയ്യാറില്ലെന്ന്. MRP മാറ്റണമെന്നാണ് അല്ലെങ്കിൽ നേരത്തെ തോമസ് ഐസക്കും മറ്റേ കേന്ദ്ര മന്ത്രിമാരൊക്കെ പറഞ്ഞത് പഴയ MRPയും പുതിയ MRPയും വെച്ചുകൊണ്ട് വിൽക്കണം എന്നാണ്. അതിനവർ തയ്യാറില്ല എന്ന് വൻകിടക്കാര് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ പേരിൽ അവര് ഈ ജൂൺ മാസത്തിന്റെ 2ാം പകുതിയിൽ അതെല്ലാം കിട്ടിയ വിലക്ക് വിറ്റഴിക്കുകയായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഉള്ള ഒരു ആശയക്കുഴപ്പം ഈ സമൂഹത്തിലുണ്ട്. നമ്മളാണെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. ആ ഉപഭോക്തൃ സംസ്ഥാനത്ത് ഇപ്പോൾ ഇത് സാധനങ്ങൾ വിൽക്കുന്നവരുടെ സെല്ലേഴ്സ് മാർക്കറ്റായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് ബയേഴ്സ് മാർക്കറ്റായിട്ട് മാറും കുറച്ചു കാലം കഴിഞ്ഞ് ഈ വിതരണം എല്ലാം ശരിയാകുമ്പോൾ. അതുവരെ ഈ ആശയക്കുഴപ്പം, ഈ അനാഥാവസ്ഥ, ഈ വലിയ സങ്കീർണമായ പ്രശ്നങ്ങൾ ഇത് തുടരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ശക്തമായിട്ട് ഇടപെടണം. ഈ GST നടപ്പാക്കുമ്പോൾ വരുന്ന സാങ്കേതിക ബുദ്ധിമുട്ടുകൾ, അതിന് വേണ്ട ഇളവുകളെല്ലാം ചെയ്തു തരാമെന്ന് ധനമന്ത്രി തോമസ് ഐസക് ഇന്നും ആവർത്തിച്ച് പറഞ്ഞു. ഒപ്പം ഈ റിട്ടേൺ കൊടുക്കുന്നതിലും പണം അടയ്ക്കുന്നതിലും വരെ സാവകാശം അനുവദിക്കാം എന്നും അദ്ദേഹം സമ്മതിച്ചു. എന്നിട്ടും സമരം എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ ഒരു ദിനം സമരം ചെയ്താൽ അതും ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടും. അതിന്റെ പേരിൽ ഈ പൊതുജനം തന്നെ കൂടുതൽ നട്ടം തിരിയുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. കേരളത്തിലൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല, വാങ്ങിയ വിലയിൽ 10 പൈസ കൂട്ടി വെക്കില്ലാണ്. അതിനെക്കൊണ്ട് ജനങ്ങൾക്ക് ഞങ്ങളറിയാം, കേരളത്തിലെ കച്ചവടക്കാരിൽ 90% പണ്ട് യൂണിയൻ പ്രവർത്തനം, ട്രേഡ് യൂണിയൻ പ്രവർത്തനം, അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചവരുണ്ട്.
അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ഇത് മാറ്റം വരുത്തി കേരളത്തിലെ കച്ചവടക്കാരിൽ 90% ചെറുകിട കച്ചവടക്കാരാണ്. അവരെന്തെന്ന് സാധനം എടുക്കുക, അവരെന്തെന്ന് സാധനം എടുക്കുക, അവരെന്തെന്ന് സാധനം കൊടുക്കുക, അവന് 36 ഫോറം ഫില്ലപ്പ് ചെയ്യുക, ബാക്കി കാര്യങ്ങൾ ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല. ഗവൺമെൻറ് സോഫ്റ്റ്വെയറൊക്കെ തന്ന് മാന്യമായി വരുമ്പോൾ ഗവൺമെൻറ് ഹോട്ടലിൽ 40 റുപ്യാണല്ലോ തിരുവനന്തപുരത്ത് ചായക്ക് ചാർജ്. കേരളത്തിലെ എല്ലാ ഹോട്ടലിലും 15 റുപ്യാകുമ്പോൾ ഗവൺമെൻറ് ഹോട്ടലിൽ 40 റുപ്യ ചായ. ഇതിനെപ്പറ്റി വിശദമായി താങ്കൾ ഈ ചർച്ച അവസാനിപ്പിക്കാം. ഈ 87 രൂപ എന്ന പ്രഖ്യാപനം അത് പ്രായോഗികമല്ല, അത് നടപ്പാക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിയുന്ന ആർജവത്തോടെയാണ് തോമസ് ഐസക് ജനങ്ങളെ കൂടി പങ്കാളിത്തം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് 87 രൂപയ്ക്ക് തന്നെ വിൽക്കണമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് മുന്നിൽ ആ കച്ചവടം അല്ലെങ്കിൽ ആ ഇറച്ചിക്കോഴി വ്യാപാരം അവസാനിപ്പിക്കുകയാണോ ഇനിയുള്ള മാർഗം? അല്ല, തോമസ് ഐസക് പറഞ്ഞ ഒരു കാര്യമുണ്ട്. 8 ലക്ഷത്തോളം വരുന്ന വ്യാപാരി സമൂഹവും കർഷക സമൂഹവുമാണ് കോഴി വ്യാപാരം നടത്തുന്നത്. അവർക്ക് അതിനെതിരെയുള്ള ജനങ്ങൾക്കെതിരെയുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. അത് അദ്ദേഹം നൽകാൻ പാടില്ലാത്ത ഒരാളാണ്. ധനമന്ത്രി എന്ന നിലയിൽ ഒരു കോഴി ഇത്ര വിലയ്ക്ക് വിൽക്കണം, വിറ്റില്ലെങ്കിൽ നിങ്ങളത് ഏറ്റെടുക്കണമെന്ന് പറയാൻ ഒരു ധനകാര്യമന്ത്രിയും പാടില്ലാത്ത ഒരു ആർജവമാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. അത് തെറ്റായ ഒരു സന്ദേശമാണ് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുക. ഞങ്ങൾ കോഴി ആ വിലയ്ക്ക് തന്നെ വിറ്റില്ലെങ്കിൽ ഒരു സംഘർഷ സാധ്യത പോലും ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിലനിൽക്കുകയുണ്ട്. അങ്ങനെ വന്നാൽ തിങ്കളാഴ്ച മുതൽ 87 രൂപയ്ക്ക് കോഴി വാങ്ങാൻ വരുന്ന ജനങ്ങളോട് നിങ്ങൾ എന്ത് മറുപടി പറയും? അതിന് മുകളിൽ തുക വാങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും ജനങ്ങളുടെ ഭാഗത്തു നിന്ന്. നിങ്ങൾക്കാണെങ്കിൽ അതിന്റെ ഉൽപാദന ചെലവ്, മറ്റ് തീറ്റ, അതിന്റെ മറ്റു കൂലികൾ, കുഞ്ഞിന്റെ കൂലി അടക്കം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കത് അഫോർഡബിൾ അല്ല എന്ന് നിങ്ങൾ പറയുകയും ചെയ്യുന്നു. എന്ത് ചെയ്യാൻ കഴിയും അങ്ങനെ വന്നാൽ? അടച്ചിടുകയല്ലാതെ. അല്ല, ഞാൻ ചോദിക്കുന്ന ഇപ്പൊ ഈ GST വന്ന അന്ന് മുതലാണല്ലോ തോമസ് ഐസക്കിനെ സാധാരണക്കാരോടും ഈ കോഴി വാങ്ങുന്ന ഉപഭോക്താക്കളോട് സ്നേഹം തോന്നിയത്. ഇതിന് മുമ്പ് ഒരു സ്നേഹവും കണ്ടില്ല. 30/6/2017 137 രൂപയും അതിന്റെ 14.5% നികുതിയുമായിരുന്നു ഈ കോഴി മേഖല മുഴുവൻ വിൽപ്പന നടത്തിയിരുന്നത്. അന്നില്ലാത്തൊരു സ്നേഹം ഇപ്പൊ ഈ 2 ദിവസം കൊണ്ട് 6 ദിവസം കൊണ്ട് എങ്ങനെയാണ് തോമസ് ഐസക്കിന് സാധാരണക്കാരുടെ ഇടയിൽ വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നികുതിയില്ല, അതിന് വ്യക്തമായ കണക്കും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അദ്ദേഹം വെക്കുന്ന കണക്കുകൾ അതുമായി യാതൊരു ബന്ധമില്ലാത്ത കണക്കുകളാ. GSTക്ക് പിന്നിൽ കൊള്ള ലാഭം എടുക്കുന്നത് ആര് എന്നാണ് പ്രൈം ഡിബേറ്റ് പരിശോധിച്ചത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത CPM നേതാവ് MP CP നാരായണൻ, ഒപ്പം സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ്, T നസറുദ്ദീൻ, വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതാവ്, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നേതാവ് ജയപാലനും നന്ദി രേഖപ്പെടുത്തുന്നു. ടെലിഫോണിൽ സംസാരിച്ച ബിന്നി ഇമ്മട്ടിക്കും നന്ദി. മറ്റൊരു വിഷയവുമായി നാളെ കാണാം. നമസ്കാരം.